ഭർത്താവിന്റെ മാതാപിതാക്കളെ പരിചരിക്കേണ്ടത് മരുമകളുടെ നിയമപരമായ ബാധ്യതയല്ലെന്ന് ഹൈക്കോടതി. അത്തരത്തിൽ മരുമകളിൽ നിന്ന് ജീവനാംശം ആവശ്യപ്പെടാനും കഴിയുന്നതല്ല. മരുമകൾക്കെതിരെ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ട് ഭർതൃമാതാപിതാക്കൾ സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രധാനമായ വിധിയുണ്ടായത്. ജീവനാംശം ലഭിക്കുക എന്നത് നിയമപരമായ ഒരവകാശമാണ്. അത് നിയമത്തിൽ പരാമർശിച്ചിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമാണെന്ന് കോടതി വ്യക്തമാക്കി. പോലീസ് കോൺസ്റ്റബിളായ മരുമകൾക്കെതിരെ ഭർത്താവിന്റെ മാതാപിതാക്കൾ ജീവനാംശം ആവശ്യപ്പെട്ട് കുടുംബക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കുടുംബക്കോടതി മരുമകൾക്കനുകൂലമായി വിധിക്കുകയാണുണ്ടായത്. തുടർന്നാണവർ ഹൈക്കോടതിയെ സമീപിച്ചത്. തങ്ങൾ പ്രായമായവരും നിരക്ഷരരും ദരിദ്രരുമാണെന്നും ഏകമകന്റെ മരണശേഷം തങ്ങളെ നോക്കാൻ ആരുമില്ലെന്നും ബോധിപ്പിച്ചു. മകന്റെ മരണം വരെ ആ മകനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിച്ചിരുന്നത്. കൂടാതെ മകന്റെ സർവീസ് ബെനിഫിറ്റുകൾ കൈപ്പറ്റിയത് മരുമകളാണെന്നും അവർക്ക് സ്വന്തമായും വരുമാനമുണ്ടെന്നും വാദിച്ചു. പ്രായമായ ഭർതൃമാതാപിതാക്കളെ സംരക്ഷിക്കാൻ അവർക്ക് മോറൽ ഒബ്ലിഗേഷനുണ്ട്. എന്നാൽ ഈ വാദങ്ങൾ ഹൈക്കോടതി തള്ളുകയാണുണ്ടായത്. മരുമകൾക്ക് ജോലി ലഭിച്ചത് ഭർത്താവിന്റെ മരണത്തെ തുടർന്നുള്ള ആശ്രിത നിയമനത്തിലൂടെയാണെന്ന് തെളിയിക്കാൻ രേഖകളില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഒരു സ്ത്രീ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും തന്റെ വരുമാനത്തിൽ നിന്ന് ഭർത്താവിന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥയല്ല. മരുമകൾക്ക് മരണപ്പെട്ടുപോയ മകന്റെ സർവീസ് ബെനിഫിറ്റോ പെൻഷനോ വസ്തുക്കളിലുള്ള അവകാശമോ ലഭിച്ചാൽ പോലും മകന്റെ മാതാപിതാക്കളെ നോക്കേണ്ട നിയമബാധ്യതയില്ല. ഭർത്താവിന്റെ മാതാപിതാക്കൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം, അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് മോറൽ സൈഡ് വെച്ച് ശരിയാണ്. എന്നാൽ അതിനെ ലീഗലായി നടപ്പിലാക്കാൻ കഴിയില്ല. CRPC 125 പ്രകാരം മരുമകളിൽ നിന്ന് ചിലവിന് ലഭിക്കാൻ ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് അവകാശമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. നിയമപ്രകാരം മാതാപിതാക്കൾ എന്ന വാക്കിന് സ്വന്തം അച്ഛനമ്മമാർ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഭർത്താവിന്റെ മരണശേഷം മരുമകൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ആ വരുമാനത്തിൽ നിന്ന് ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് വിഹിതം നൽകേണ്ടതില്ല. ധാർമ്മിക ബാധ്യതയെ നിയമപരമായി നടപ്പിലാക്കാൻ കഴിയുന്നതല്ല. CRPC 125 പ്രകാരം സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കാൻ മക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ നിർവചനത്തിൽ ഭർത്താവിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ മരുമകളുടെ മേൽ ഇത്തരമൊരു ബാധ്യത അടിച്ചേൽപ്പിക്കാൻ കോടതിക്ക് കഴിയുന്നതുമല്ല. ക്രിമിനൽ റിവിഷൻ പെറ്റീഷൻ കോടതി തള്ളുകയാണുണ്ടായത്. അലഹബാദ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് മദൻ പാൽ സിംഗാണ് കേസ് പരിഗണിച്ചത്. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.